ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റൂണിയുടെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അധികം പ്ലാന്റ് ഒന്നുമില്ല, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഏതൊക്കെ സുന്ദരികൾ വന്നാലും, എത്രയൊക്കെ വെറൈറ്റീസ് വന്നാലും, ഏതൊക്കെ കളർ വന്നാലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണി, അതായത് നാടൻ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണി. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി പ്രാവശ്യം പരാജയപ്പെട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. ഞാനൊരു 5-6 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഒന്ന് ഫ്ലവറൊക്കെ ആയി കിട്ടിയത് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര കെയറിങ്ങൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് നഷ്ടപ്പെടും. വെള്ളം ഒഴുപ്പും എപ്പോഴും അതിൻ്റെ ചുവട്ട് ചെന്ന് ഇതുപോലെ നോക്കി തള്ളത്തെടുത്ത് വെച്ച് അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കത് നഷ്ടപ്പെടും. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുത്ത് നല്ല വെയിലത്ത് തന്നെ വെച്ച് കേട്ടോ. അപ്പോഴാണ് എനിക്ക് പ്ലാന്റ് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഷെയ്ഡിലൊന്നും വെക്കണമെന്നില്ല. ഞാൻ ഈ പ്ലാന്റ് നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. രാവിലെ അടിക്കുന്നത് നല്ല വെയിലത്ത്, ഒരു 8 മണി തൊട്ട് ഒരു 11 മണി വരെ നല്ല വെയിലാണ് ഈ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ ചെറിയൊരു വാട്ടമൊക്കെ കാണും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷായിട്ട് വന്നോളും. അതുകൊണ്ട് വെയിലത്ത് തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാം കേട്ടോ. എന്നാൽ അധികമായി ഉച്ചയ്ക്കൊക്കെ ഉള്ള 12 മണിക്കൊക്കെ ഉള്ള അതുപോലുള്ള വെയിൽ കൊള്ളരുതെന്ന് മാത്രമേ ഉള്ളൂ. വെയിലത്ത് വെക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്, ഒത്തിരി പൂക്കൾ തരുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലാന്റ് നല്ലതുപോലെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറൊരു പ്ലാന്റ് നമ്മൾ റെഡിയാക്കി വെക്കണം. ഇതിൽ എപ്പോഴാണ് ഒരു വാട്ടം വന്നിട്ട് പ്ലാന്റ് ചീഞ്ഞ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പ്ലാന്റ് അഡീഷണൽ നമ്മൾ കരുതിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. കണ്ടില്ലേ എന്ത് സുന്ദരിയാണ് ഈ പ്ലാന്റ്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഏതൊക്കെ കളർ വന്നാലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എവിടെ കണ്ടാലും എത്ര കണ്ടാലും മതി വരാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 5-6 പ്ലാന്റ് അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മുടെ ടെഡൽ വേവിൻ്റെ റെഡിൻ്റെയും കുറച്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതും അധികമില്ല, ഒരു 10 പ്ലാന്റിനകത്ത് വെച്ചിട്ടേ ആ പ്ലാന്റും ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടെഡൽ വേവിൻ്റെയും രണ്ടിനും 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടെഡൽ വേവിൻ്റെ റെഡാണേ, അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് തോന്നും, ആദ്യം നമ്മൾ ഡബിൾ പെറ്റൽ കാണുമ്പോൾ തോന്നും അയ്യോ ഇതിനാണല്ലോ ഒത്തിരി ഭംഗിയെന്ന് തോന്നും. പിന്നെ നമ്മൾ റെഡ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണല്ലോ അതിൽ കൂടുതൽ ഭംഗി. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ പെറ്റൂണിയാസ് സൂപ്പറാണ് കേട്ടോ. ടൈഡൽ വേവൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അതിൻ്റെ സ്റ്റെമ്മിന് കുറച്ചുകൂടിയൊക്കെ ഒരു കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഡബിൾ പെറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട്. എൻ്റെ കാര്യമാണേ, മണലിലൊക്കെയാണ് പിടിപ്പിക്കുന്നതെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഡിമാൻഡ് എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത്. ഏത് സമയത്ത് നോക്കിയാലും നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് നമ്മുടെ ഡബിൾ പെറ്റൽ വരുന്നത്. പക്ഷേ ഈ ടൈഡൽ വേവൊക്കെ നമ്മളൊരു പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കട്ടിങ്സൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അത്യാവശ്യം കെയറൊക്കെ കൊടുത്ത് നല്ല സൂര്യപ്രകാശമുള്ളൊരു സ്ഥലത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരി പൂക്കൾ തന്നെ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ ചാനൽ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.